പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് 7.2ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ 5th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് എ 1,-5 ആൻഡ് ബി -4,5 ഈസ് ഡിവൈഡഡ് ബൈ ദി എക്സ് ആക്സിസ്. ഓൾസോ ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിൻ്റ് ഓഫ് ഡിവിഷൻ. അപ്പോൾ ഇവിടെ നമ്മളോട് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? ഫൈൻഡ് ദ റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എ ബി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റിനെ എക്സ് ആക്സിസ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റേഷ്യോ എന്താണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ? ഓൾസോ ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിൻ്റ് ഓഫ് ഡിവിഷൻ. അപ്പോൾ അവിടെ ഡിവിഷൻ ചെയ്യുന്ന പോയിൻറ്റിലെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. 2 കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്നത് എവിടെയാണ്? എക്സ് ആക്സിസിലാണ്. അപ്പം ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന, അതായത് എ ബി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റിനെ ഡിവൈഡ് ചെയ്യുന്ന പോയിൻ്റ് എക്സ് ആക്സിസിലാണ് എങ്കിൽ എക്സ് കോർഡിനേറ്റ് എക്സ് ആക്സിസിലാണ് ഒരു പോയിൻ്റ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും വരിക? എക്സിൽ നമുക്ക് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ എക്സ് ആക്സിസിൽ വരുന്നത് കൊണ്ട് വൈ കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഏത് ആക്സിസിലാണോ പോയിൻ്റ് ഉള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആക്സിസിലെ പോയിൻ്റ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ എക്സ് ആക്സിസിലായതുകൊണ്ട് വൈ കോർഡിനേറ്റ് 0. ഇനി വൈ ആക്സിസ് ആണ് ഡിവൈഡ് ചെയ്തിരുന്നതെങ്കിൽ നമ്മുടെ ലൈൻ വൈ ആക്സിസിലായിരുന്നു വരുന്നത്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്താവും? 0 ആവും. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റ് 0,y എന്ന് എടുക്കാം. ഇത് എക്സ് ആക്സിസിലായതുകൊണ്ട് കോർഡിനേറ്റ് ഈസ് x,0. എക്സ് ആക്സിസിൽ നമുക്ക് പോയിൻ്റ് ഉണ്ട്. അത് എത്രയാണെന്ന് അറിയില്ല. അത് നമ്മളിവിടെ കണ്ടുപിടിക്കണം. പോയിൻ്റ് ഓഫ് ഡിവിഷനിലെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് M1ഉം M2ഉം എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. റേഷ്യോയും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യപ്പെടുന്ന റേഷ്യോ നമുക്കറിയില്ല. അപ്പോൾ എയും ബിയും ഈ പോയിൻറ്റിന് നമുക്ക് പി എന്ന് പേര് കൊടുക്കാം. അത് x,0 ആണ്. റേഷ്യോ എത്രയാണ് എന്നറിയില്ല. റേഷ്യോ തന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ എന്തെന്നെടുക്കും? k:1 എന്നെടുക്കും. അപ്പോൾ ലെറ്റ് റേഷ്യോ ഈസ് എന്താണ്? k:1. റേഷ്യോ k:1 ആണ്. അപ്പോൾ നമ്മുടെ സെക്ഷൻ ഫോർമുല തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന ഈ പോയിൻ്റ് എന്താണ്? പി x,y = ഇത് കണ്ടുപിടിക്കാൻ x,y = എന്ന് പറഞ്ഞാണ് നമ്മൾ സെക്ഷൻ ഫോർമുല എഴുതുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് x,yക്ക് പകരം നമ്മൾ എക്സ് ആക്സിസിലായതുകൊണ്ട് x,0 ആണ്. അപ്പോൾ നമ്മൾ xyക്ക് പകരം എന്തെടുക്കുന്നു? x,0 = നമ്മുടെ സെക്ഷൻ ഫോർമുല എന്താണ്? m1 x2 + m2 x1 ഡിവൈഡഡ് ബൈ m1 + m2. അടുത്ത എന്താണ്? m1 y2 + m2 y1 ഡിവൈഡഡ് ബൈ m1 + m2. ഇനി നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എയിലുള്ള 1 ഈസ് x1, -5 ഈസ് y1. ഇത് x2, ഇത് y2. അപ്പോൾ x,0 = m1 എന്താണ്? m1 k ആയിട്ട് എടുക്കുന്നു, m2 1 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ m1 ഈസ് k ഇൻറ്റു x2. അപ്പോൾ എന്താ? k ഇൻറ്റു -4 പ്ലസ് m2 ഈസ് 1, x1 ഈസ് 1 ഡിവൈഡഡ് ബൈ k + 1. അടുത്തത് m1 ഈസ് k ഇൻറ്റു y2 ഈസ് 5 plus m2 is 1, y1 is -5 divided by k + 1. x,0 = -4k + 1 divided by k + 1, 5k - 5 divided by k + 1. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം റേഷ്യോ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഇത് എക്സുമായിട്ട് കമ്പയർ ചെയ്യാം, ഇത് വൈയുമായിട്ട്
കമ്പയർ ചെയ്യാം. ഇത് എക്സ് കോമ വൈ എന്നുള്ളതിന് ഈക്വലാണ് അല്ലേ. അപ്പോൾ ഈ എക്സിന് ഈക്വലായിട്ട് ആദ്യത്തേത് വരും, വൈക്ക് പകരം ഇവിടെ 0 ആണ്, അപ്പോൾ 0ക്ക് ഈക്വലായിട്ട് ഇതും വരും. അപ്പോൾ നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ എക്സ് ഉള്ളത് കൊണ്ട് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ 0 എന്നുള്ള ഇതുമായിട്ട് കമ്പയർ ചെയ്ത് കെയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് റേഷ്യോ കിട്ടും. അപ്പോൾ എന്തെഴുതാം? 0 5k minus 5 divided by k plus 1. ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? 5k minus 5 is equal to 0. ഇവിടെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമായതുകൊണ്ട് ഇത് 0 ആയിട്ട് മാറും. ഇതിൽ നിന്ന് 5k is equal to -5 ഇപ്പുറത്ത് പോകുമ്പോൾ +5 ആകും. ഇതിൽ നിന്ന് k is equal to 5/5, k is equal to 1 അല്ലേ, 1/1 എന്ന് എഴുതാം. അപ്പോൾ k/1 ഈസ് ഈക്വൽ ടു 1/1. k എന്ന് പറയുന്നത് k/1 തന്നെയാണ് കേട്ടോ. സോ റേഷ്യോ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? റേഷ്യോ ഈസ് ഈക്വൽ ടു 1:1 എന്ന് കിട്ടി. അപ്പോൾ m1 ഈസ് 1 ആൻഡ് m2 ഈസ് 1, രണ്ടും 1 ആയിട്ട് തന്നെ കിട്ടി. ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. ദെയർഫോർ റിക്വയർഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു 1:1. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. അതായത് എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് എക്സ് ഉള്ളത്, എക്സിനെ നമുക്ക് ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു -4k + 1 ഡിവൈഡഡ് ബൈ k + 1. ഇവിടെ നമുക്ക് കെയുടെ വാല്യൂ എന്തായിട്ട് കിട്ടിയായിരുന്നു? 1 ആയിട്ട് കിട്ടി. ആ 1നെ നമ്മൾ ഈ കെ ഉള്ള പ്ലേസിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് ഈസ് ഈക്വൽ ടു -4 × 1 ദാറ്റ് ഈസ് -4 + 1 ഡിവൈഡഡ് ബൈ 1 + 1 ഈസ് ഈക്വൽ ടു -3/2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി -3/2 എന്ന് കിട്ടി. അപ്പോൾ കോർഡിനേറ്റ് x, 0 ആയിരുന്നു. എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ -3/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ therefore coordinates the point of division are -3/2, 0.